അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, സൗദി രാജാവ് കഅബയിൽ പ്രവേശിച്ച് അതിൻ്റെ ഭിത്തികൾ വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടെ കണ്ട ഒരു ദൃശ്യം അവനെ ഭയന്നോടാൻ പ്രേരിപ്പിച്ചു. ഒരു സൗദി രാജകുമാരൻ കഅബയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത്? അവർ ഭയന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. സുഹൃത്തുക്കളെ, സൗദി രാജകുമാരൻ ഈ വീഡിയോ പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് വ്യാപകമായി പ്രചരിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം സത്യത്തെ അടിച്ചമർത്താനാകും? ഈ വീഡിയോ അത്ര ഞെട്ടിക്കുന്നതാണ്. സൗദി രാജകുമാരനെ പോലും ഭയപ്പെടുത്തി. വീഡിയോ റെക്കോർഡ് ചെയ്തവരെ ഉടൻ പിടികൂടാൻ അവർ ഉത്തരവിട്ടു. അവർക്ക് കഠിനമായ ശിക്ഷ നൽകാനാണ് അവന്റെ ഉദ്ദേശമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിശുദ്ധ കഅബയിൽ പ്രവേശിച്ച ശേഷം സൗദി രാജകുമാരൻ ഭയന്ന് വിറച്ച് ഓടിയത് എന്തുകൊണ്ട്? ഈ സ്ഥലം ആളുകൾ അവരുടെ ദുഃഖങ്ങളും വേദനകളും മറക്കുന്ന ഇടമാണ്. സത്യമറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. സുഹൃത്തുക്കളെ, കഅബയുടെ ഭിത്തികൾ സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കാനും അതിൻ്റെ അകത്തളം കഴുകാനും അനുവാദം ലഭിക്കുന്നത് ചുരുക്കം ചിലർക്ക് മാത്രമാണ്. ആ വർഷം ഈ ബഹുമതി ലഭിച്ചത് ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനാണ്. അവൻ കഅബയുടെ ഇമാമിനോട് പറഞ്ഞതനുസരിച്ച് തന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ അവൻ സ്വയം അതിൻ്റെ അകത്തളം കഴുകാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർ പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഇമാം അദ്ദേഹത്തിന്റെ ആവശ്യം നിരസിക്കാൻ കഴിയാതെ ഈ ബഹുമതി അനുവദിച്ചു. സൗദി രാജകുമാരൻ പൂർണ്ണ പ്രോട്ടോക്കോളോടെ വിശുദ്ധ മസ്ജിദിൽ പ്രവേശിച്ചു. മറ്റുള്ളവർ അവനോടൊപ്പം നടന്നു ഗാംഭീര്യം പ്രകടിപ്പിച്ചു. ദൂരെ നിന്ന് ആളുകൾ രാജകുമാരൻ മസ്ജിദിൽ പ്രവേശിക്കുന്നത് കണ്ടു. പലരും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും കർശനമായ സുരക്ഷ അവരെ അകറ്റി. ഈ കൂട്ടത്തിൽ രാജകുമാരനെ വീരനായി കാണുന്ന 8 വയസ്സുള്ള ഒരു ബാലനുണ്ടായിരുന്നു. അവൻ സുരക്ഷാ വലയം മറികടന്ന് രാജകുമാരന്റെ അടുത്തെത്തി. പക്ഷേ രാജകുമാരൻ ആ ബാലനെ അവഗണിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ശാസിച്ചു. ഈ പെരുമാറ്റം ശ്രദ്ധിക്കപ്പെട്ടു. വിശുദ്ധ മസ്ജിദിൽ ധനികനോ ദരിദ്രനോ അറബിയോ അനറബിയോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും രാജകുമാരനും അനുയായികളും കഅബയുടെ അകത്തളം കഴുകാൻ തയ്യാറെടുത്തു. കഅബയുടെ അകത്തേക്ക് പ്രവേശനം കർശനമായി നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ചുരുക്കം ചിലർക്ക് മാത്രമേ അത് കാണാൻ കഴിയൂ. രാജകുമാരൻ ഇമാമടക്കം 5 പേർക്കൊപ്പം അകത്തേക്ക് കടന്നു. വിശുദ്ധ അകത്തളം നോക്കിക്കണ്ട അവൻ പെട്ടെന്ന് സ്തംഭിച്ചു മുഖം വിളറി. മരണം തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയതുപോലെ അദ്ദേഹം ഭയന്നു. മറ്റുള്ളവർ മുന്നോട്ടു പോയപ്പോൾ അവർ പിന്നോട്ട് നീങ്ങി. നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? കഅബയുടെ ഉള്ളിൽ എല്ലായിടത്തും രക്തമാണ്. ആരാണ് ഈ ഭിത്തികളിൽ രക്തം പുരട്ടിയത് എന്ന് ആക്രോശിച്ചു. അദ്ദേഹത്തിന്റെ കൂട്ടാളികൾ ഞെട്ടിയ പ്രദേശം പരിശോധിച്ചെങ്കിലും അസാധാരണമായി ഒന്നും കണ്ടെത്തിയില്ല. അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചെങ്കിലും അദ്ദേഹം വിറച്ചു വിയർത്ത്, എന്റെ മുഖത്ത് രക്തമൊലിച്ചിറങ്ങുന്നു, എന്റെ വസ്ത്രങ്ങളിൽ പറ്റുന്നു എന്ന് നിലവിളിച്ചു. ഭയത്തോടെ അദ്ദേഹം കഅബയിൽ നിന്ന് ഓടിപടികളിൽ വീണു. പുറത്തുണ്ടായിരുന്നവർ രാജകുമാരന്റെ ഈ അവസ്ഥ കണ്ട് ഞെട്ടി. ഈ ദൃശ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടു. രാജകുമാരൻ കഅബയിൽ രക്തമുണ്ടെന്ന് ആവർത്തിച്ച് നിലവിളിക്കുന്നത് കാണാം. ഉടൻ തന്നെ തീർത്ഥാടകർക്കിടയിൽ കഅബയുടെ ഭിത്തികളിൽ നിന്ന് രക്തമൊലിച്ചിറങ്ങുന്നു എന്ന വാർത്ത പരന്നു. ചിലർ ഇതിനെ രാജകുമാരന്റെ പാപങ്ങളുമായി ബന്ധപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ ക്ഷീണവും ഉറക്കക്കുറവുമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. രാജകുമാരന്റെ കൂട്ടാളികൾ രക്തം കണ്ടിട്ടില്ലെന്ന് നിഷേധിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ലൗകിക ജീവിതവും പാശ്ചാത്യ ശീലങ്ങൾ സ്വീകരിച്ചതും പലർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പാപപൂർണമായ ജീവിതവും ഇസ്ലാമിക മൂല്യങ്ങളോടുള്ള അവഗണനയും ഈ ഭയപ്പെടുത്തുന്ന ദർശനത്തിന് കാരണമായിരിക്കാം. അത് പശ്ചാത്തപിക്കാനുള്ള ഒരു അടയാളമായിരിക്കാം. ഈ സംഭവം വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചു. ചിലർ രാജകുമാരൻ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളം പറയുകയാണെന്ന് വാദിക്കുന്നു. മറ്റുള്ളവർ ഇതിനെ അന്ത്യനാളിന്റെ അടയാളമായി കാണുന്നു. എന്നാൽ സത്യം അല്ലാഹുവിന് മാത്രമേ അറിയൂ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു നേർവഴിയിൽ നയിക്കട്ടെ. ആമീൻ. അല്ലാഹുവേ, നീ എന്റെ രക്ഷിതാവാണ്. നിന്നെയല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്റെ അടിമയാണ്. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിന്നോടുള്ള എന്റെ ഉടമ്പടിയും വാഗ്ദാനവും പാലിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ചെയ്ത തിന്മയിൽ നിന്ന് നിന്റെ അഭയം തേടുന്നു. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഞാൻ സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളും ഞാൻ സമ്മതിക്കുന്നു. അതിനാൽ എന്നോട് ക്ഷമിക്കണമേ, കാരണം പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നവൻ നീ മാത്രമാണ്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.